വയറ്റിൽ മുഴയുമായി ഏറെക്കാലമായി അഞ്ജലി ചികിത്സയിലായിരുന്നു. എന്നാൽ ട്രൈബൽ വകുപ്പിൽ നിന്നോ പ്രാക്തന ഗോത്ര വിഭാഗ പാക്കേജിൽ നിന്നോ കാര്യമായ സഹായങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പല ആശുപത്രികളിലും കുട്ടിയെ ചികിത്സിക്കാൻ കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ പരമാവധി ശ്രമിച്ചു. ശസ്ത്രക്രിയ നടത്തിയാൽ സുഖപ്പെടാവുന്ന അസുഖമായിട്ട് കൂടി അഞ്ജലി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നൂൽപ്പുഴയിലെ ആദിവാസി സ്കൂളിൽ പഠിച്ചിരുന്ന അഞ്ജലി കഴിഞ്ഞ ഡിസംബറിൽ അവധിക്കായി എത്തിയപ്പോഴാണ് അസുഖ വിവരങ്ങൾ വീട്ടുകാർ അറിഞ്ഞത്. രോഗം വന്ന സമയത്ത് സ്കൂൾ അധികൃതരോ ഹോസ്റ്റലിൽ വാർഡന്മാരോ മാനേജ്മെൻറ്റോ രക്ഷിതാക്കളെ അറിയിച്ചിരുന്നില്ല. ആദിവാസി കോളനികളിലേക്ക് നിയോഗിക്കപ്പെട്ട ഡോക്ടർമാർ കുട്ടിയെ പരിശോധിച്ചിരുന്നെങ്കിലും മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാനോ അസുഖത്തിന് മതിയായ ചികിത്സ ലഭ്യമാക്കാനോ സാഹചര്യമുണ്ടാക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കാൻ ധനസഹായത്തിനായി മന്ത്രി PK ജയലക്ഷ്മി അടക്കമുള്ളവർക്ക് അപേക്ഷ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. മന്ത്രിയുടെ കയ്യിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തതായിരുന്നു. പക്ഷെ അതുപോലും ഈ കുട്ടിയുടെ ജീവൻ തീരുന്നത് വരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഇവിടുന്ന് പോയി ആര് പോയി നോക്കാനാണ്? കൂലിപ്പണിയില്ലാത്തവൻ എങ്ങനെ പോയി ചെന്ന് നോക്കാനാണ്? മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.